പല വിഷയങ്ങളാലും കലുഷിതമാകാൻ പോകുന്ന നിയമസഭാ സമ്മേളനമാണ് തിങ്കളാഴ്ച ആരംഭിക്കാനിരിക്കുന്നത്. പോലീസിന്റെ കാടത്തവും ആരോഗ്യരംഗത്തെ വീഴ്ചകളും ഒക്കെ കൊണ്ട് സംഘർഷഭരിതമാകാൻ പോകുന്ന നിയമസഭാ സമ്മേളനത്തിലെ പ്രധാന ചർച്ചാ വിഷയം പ്രതിപക്ഷ നിരയിൽ നിന്നുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാകും. ലൈംഗികാരോപണത്തിൽപ്പെട്ട് പാർട്ടി നടപടി നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇനിയും സംശയമാണ്. രാഹുൽ അവധിയെടുക്കുന്നതാകും ഉചിതമെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി അംഗമല്ല എന്ന് ഇതിനോടകം തന്നെ നിയമസഭാ സ്പീക്കർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. സർക്കാരിനെതിരായ പ്രതിപക്ഷ ആക്രമണത്തിന്റെ മൂർച്ച കുറയാതിരിക്കാൻ രാഹുൽ സഭയിൽ ഇല്ലാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് വി.ഡി. സതീശനും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും വാദിക്കുന്നത്. അതേസമയം രാഹുലിന് സഭയിലെത്താനുള്ള അവകാശമുണ്ട് എന്നും അയാൾ വന്നാലും രാഷ്ട്രീയമായി നേരിടണമെന്ന് വാദിക്കുന്ന ഒരു വിഭാഗവും കോൺഗ്രസിനകത്തുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരെ കോൺഗ്രസ് പാർട്ടി നടപടിയെടുത്തുവെന്ന വിവരം വി.ഡി. സതീശൻ നിയമസഭാ സ്പീക്കറെ അറിയിച്ചതോടെ ഇത് ഔദ്യോഗികമാകുകയാണ്. ഇതോടെ രാഹുൽ ഇനി സഭയിലെത്തിയാലും സഭയിൽ പ്രത്യേക ബ്ലോക്കായി ഇരിക്കേണ്ടി വരും. ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ ഇത് രണ്ടാമത്തെ എംഎൽഎ ആണ് സഭയിൽ പ്രത്യേക ബ്ലോക്കായി ഇരിക്കുന്നത്. മുൻപ് പി.വി. അൻവർ LDF-ൽ നിന്ന് പുറത്തുപോകുകയും എംഎൽഎ സ്ഥാനം രാജിവെക്കുകയും ചെയ്ത ഘട്ടത്തിലും ഇതുപോലൊരു പ്രത്യേക ബ്ലോക്ക് ഉണ്ടായിരുന്നു. അന്ന് അൻവർ പ്രത്യേക ബ്ലോക്കായി ഇരിക്കുകയാണ് ചെയ്തത്. ഇനി രാഹുൽ സഭയിലെത്തിയാലും പ്രത്യേക ബ്ലോക്കായി തന്നെ ഇരിക്കേണ്ടി വരും. പ്രത്യേക ബ്ലോക്കാകുന്നതോടെ രാഹുൽ ഒരു സ്വതന്ത്ര എംഎൽഎ എന്ന ലേബൽ മാത്രമാകും. ചർച്ചകളിൽ കോൺഗ്രസിന് അനുവദിക്കുന്ന അത്രയും സമയം രാഹുലിന് ലഭിച്ചെന്നും വരില്ല. ചർച്ചകളിൽ പങ്കെടുക്കുന്നതിന് പരിമിതികളുമുണ്ടാകും. പ്രത്യേക വിഷയങ്ങളിലെ ചർച്ചയ്ക്ക് സ്പീക്കർ സമയം അനുവദിച്ചാൽ മാത്രമാണ് രാഹുലിന് സംസാരിക്കാനാകുക. അങ്ങനെ ലഭിച്ചാൽ തന്നെ 1-2 മിനിറ്റാകും കിട്ടുക. ഇനി രാഹുൽ നിയമസഭയിലെത്തിയാൽ ലൈംഗികാരോപണം ഉന്നയിച്ച രാഹുലിനെ നേരിടാനാകും ഭരണപക്ഷത്തിന്റെ ശ്രമം. ഈ ആക്രമണം ഒരുപക്ഷെ പ്രതിപക്ഷത്തിന് നേർക്കും നീളും. അതുകൊണ്ട് തന്നെ അത്തരം ആക്രമണം സർക്കാരിനെതിരെ പ്രതിപക്ഷം മൂർച്ച കൂട്ടുന്ന ആയുധത്തിന്റെ മൂർച്ചയെ ബാധിക്കുമെന്ന് പ്രതിപക്ഷത്തിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ അത്തരം ആക്രമണത്തെ നേരിടാൻ തന്നെയാണ് രാഹുൽ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി അംഗമല്ല എന്നും രാഹുലിനെതിരെ നടപടി എടുത്തതാണ് എന്നും സ്പീക്കറെ പ്രതിപക്ഷ നേതാവ് കത്ത് നൽകി അറിയിച്ചത്. ഇതോടെ ഈ ആക്രമണത്തെ ഭരണപക്ഷത്തുള്ള സമാന ആരോപണം നേരിടുന്ന MLA-മാരുടെ വിഷയം വെച്ച് പ്രതിരോധിക്കാൻ പ്രതിപക്ഷത്തിന് സാധിക്കും. സർക്കാരിനെതിരായ ആക്രമണങ്ങൾക്ക് ശക്തി പകരുന്നതിന് രാഹുൽ സഭയിൽ എത്താതിരിക്കുന്നതാണ് നല്ലത് എന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തീരുമാനിക്കാനുള്ള കാരണം അതാണ്. സഭാ സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് രാഹുലിനെ ഉപദേശിക്കാനും കോൺഗ്രസിൽ ആലോചനയുണ്ട്. അതേസമയം രാഹുൽ നിയമസഭയിൽ എത്തുന്നതിൽ കോൺഗ്രസിലും രണ്ടഭിപ്രായമാണ്. ആരോപണത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടാണ് സതീശൻ രാഹുലിനോട് സഭയിൽ വരാതെ അവധിയെടുക്കാൻ ഉപദേശിച്ചത്. എന്നാൽ MLA എന്ന നിലയിൽ രാഹുലിന് സഭയിൽ വരുന്നതിന് സാങ്കേതികമായി തടസ്സമില്ല. അതിനാൽ അദ്ദേഹം സ്വയം തീരുമാനിക്കട്ടെ എന്ന നിലപാടാണ് രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കന്മാർക്കുള്ളത്. പാർട്ടി എന്ന നിലയിൽ രാഹുലിന് പിന്തുണയൊന്നും നൽകേണ്ട എന്ന നിലപാടിനോട് പാർട്ടിയിൽ എല്ലാവർക്കും യോജിപ്പുണ്ട് എങ്കിലും എല്ലാവരും യോജിക്കുമ്പോഴും ഭരണപക്ഷത്ത് നിന്ന് രാഹുലിനെതിരെ കടന്നാക്രമണം ഉണ്ടായാൽ ലൈംഗികാതിക്രമ ആരോപണം നേരിടുന്ന ഭരണപക്ഷ അംഗങ്ങൾക്കെതിരെ പ്രതിപക്ഷത്തിന് ശബ്ദമുയർത്തേണ്ടി വരും. അതേസമയം രാഹുലിനെ കൈകാര്യം ചെയ്ത രീതിയുടെ പേരിൽ വി.ഡി. സതീഷിനെതിരെ മറ്റ് വിഭാഗങ്ങൾ സംഘടിക്കുന്ന സ്ഥിതിയും പാർട്ടിക്കുള്ളിലുണ്ട്. എ ഗ്രൂപ്പിൽ നിന്ന് പലരും രാഹുൽ വിഷയത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിനെ വിമർശിക്കുന്നുണ്ട്. രാഹുലിന് സഭയിൽ വരാനുള്ള അവകാശമുണ്ട് എന്നും അങ്ങനെ അദ്ദേഹം വന്നാലും ആക്രമണമുണ്ടായാൽ രാഷ്ട്രീയമായി നേരിടണമെന്ന അഭിപ്രായവും പാർട്ടിയിൽ ഉയർന്നിട്ടുണ്ട്. പതിവ് പോലെ ഇക്കുറിയും സർക്കാരിനെതിരെ നിറയെ ആയുധങ്ങളുമായാണ് പ്രതിപക്ഷം സഭയിലെത്തുന്നത്. സ്വാഭാവികമായും പോലീസിന്റെ കാടൻ രീതി തന്നെയാകും ഇത്തവണത്തെ പ്രധാന ചർച്ചാ വിഷയം. യൂത്ത് കോൺഗ്രസ് നേതാവിന് മർദ്ദനമേറ്റതിന്റെ CCTV ദൃശ്യം പുറത്തു വന്നതു മുതൽ അത്തരത്തിൽ നടന്ന പല പോലീസ് മർദ്ദനങ്ങളും പിന്നാലെ ചർച്ചയായിരുന്നു. സ്വാഭാവികമായും കയറൂരി വിട്ട നിലയിൽ പോലീസ് നടത്തുന്ന അതിക്രമങ്ങൾ തന്നെയാകും പ്രതിപക്ഷത്തിന്റെ പ്രധാന ആയുധം. ആക്രമണങ്ങൾക്ക് തെളിവായി സ്റ്റേഷനിലെ തന്നെ CCTV ദൃശ്യങ്ങൾ സംസാരിക്കുന്ന തെളിവാകുമ്പോൾ ഭരണപക്ഷം കുറെ വിയർക്കേണ്ടി വരും. പോലീസിന്റെ മർദ്ദന വിഷയങ്ങളിൽ മുഖ്യമന്ത്രി ഇപ്പോഴും മൗനം ഭജിക്കുകയാണ്. ഈ മൗനം മുറിക്കുക എന്നതാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ഉന്നം. ഒന്നിനു പിന്നാലെ ഒന്നായി വെളിപ്പെടുന്ന ലോക്കപ്പ് മർദ്ദനങ്ങൾ മുൻനിർത്തി ആഭ്യന്തര വകുപ്പ് പരാജയമാണ് എന്ന് സ്ഥാപിക്കാനായിരിക്കും പ്രതിപക്ഷത്തിന്റെ പ്രധാന ഉന്നം. സ്വന്തം ഘടകകക്ഷിയായ CPI-യിൽ നിന്ന് പോലും ആഭ്യന്തര വകുപ്പിനെതിരെ ഉയർന്ന വിമർശനങ്ങളും പ്രതിപക്ഷം ആയുധമാക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യ വകുപ്പിനെതിരായ വിമർശനങ്ങളും അമീബിക് മസ്തിഷ്ക ജ്വരം തടയുന്നതിലെ ആരോഗ്യ വകുപ്പിന്റെ പരാജയവുമെല്ലാം ഇത്തവണത്തെ ചർച്ചാ വിഷയമാണ്.
പതിവ് പോലെ വന്യജീവി ആക്രമണങ്ങൾ ഇത്തവണയും ചർച്ച ചെയ്യപ്പെടും. ഇതിനെല്ലാം പുറമെ നിലമ്പൂർ തിരികെ പിടിച്ചതിന്റെ ആവേശവും ഇത്തവണ UDF ക്യാമ്പിലുണ്ട്. എന്നാൽ അപ്പോഴും നിയമസഭയ്ക്കകത്തും പുറത്തും പാർട്ടിയുടെ കുന്തുമുനിയായിരുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രധാന ആവേശമായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ MLA സഭയിൽ വന്നില്ല എങ്കിൽ അത് കോൺഗ്രസ് പാർട്ടിക്ക് വലിയ പ്രതിരോധം തന്നെയാണ്. 12 ദിവസത്തെ സഭാ സമ്മേളനം ഇക്കുറി പല വിഷയങ്ങളാൽ സമ്പന്നമാകും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ആരോപണ പ്രത്യാരോപണങ്ങളും പ്രതിഷേധങ്ങളും ഏതറ്റം വരെ പോകുമെന്ന് മാത്രമാണ് ഇനി കണ്ടറിയേണ്ടത്.